പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, നിന്നെ കൊണ്ടൊന്നും ഒന്നിനും കൊള്ളത്തില്ല എന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആ വാക്ക് നിങ്ങളെ ദിവസങ്ങളോളം അലട്ടിയിട്ടുണ്ടോ? വിമർശനങ്ങൾ കേൾക്കാൻ ആർക്കും ഇഷ്ടമല്ല. പ്രത്യേകിച്ച് ജോലി സ്ഥലത്ത് ബോസിന്റെ ഭാഗത്തു നിന്നോ സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്നോ ഒരു നെഗറ്റീവ് കമന്റ് കേട്ടാൽ മതി നമ്മുടെ ആത്മവിശ്വാസം മുഴുവൻ തകർന്നു പോകാൻ. ഞാൻ ചെയ്തത് മുഴുവൻ തെറ്റാണോ, എനിക്ക് കഴിവില്ലേ എന്നൊക്കെ നമ്മൾ സ്വയം സംശയിക്കാൻ തുടങ്ങും. ശരിയല്ലേ? ചിലപ്പോൾ നമ്മൾ വിമർശനങ്ങളെ വ്യക്തിപരമായി എടുത്ത് നമ്മൾ ഉറക്കം പോലും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായേക്കാം. പ്രവാസ ലോകത്ത് നമ്മുടെ കഴിവിനെ നിരന്തരം വിലയിരുത്തിക്കൊണ്ടിരിക്കുമ്പോൾ വിമർശനങ്ങളെ എങ്ങനെ നേരിടുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആദ്യമായിട്ട് എല്ലാ വിമർശനങ്ങളെയും ഒരേപോലെ കാണരുത്. അതിനെ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന്, ഗുണപരമായിട്ടുള്ള വിമർശനം. രണ്ട്, ദ്രോഹപരമായിട്ടുള്ള വിമർശനം. ഗുണപരമായിട്ടുള്ള വിമർശനം എന്നത് നമ്മുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും അതെങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് പറഞ്ഞു തരുന്നതിനെയാണ് ഗുണപരമായിട്ടുള്ള വിമർശനം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, നിങ്ങളുടെ റിപ്പോർട്ടിൽ ഡാറ്റ ശരിയല്ല, അടുത്ത തവണ ഈ വെബ്സൈറ്റ് കൂടി നോക്ക് നന്നായിരിക്കുമെന്ന് പറഞ്ഞു തരുന്നത് നമുക്ക് ഒത്തിരി പഠിക്കാനുള്ള ഒരു ഗുണപരമായിട്ടുള്ള വിമർശനമാണ്. ദ്രോഹപരമായിട്ടുള്ള വിമർശനം നമ്മളെ വ്യക്തിപരമായിട്ട് തളർത്താൻ വേണ്ടി പറയുന്നതാണ്. ഉദാഹരണത്തിന്, നിങ്ങളെ ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വിമർശനത്തിൽ പെടുന്നതാണ്. ഇത്തരത്തിലുള്ള വിമർശനങ്ങളെയൊക്കെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് നോക്കാം. ഉടനടി ഇത്തരത്തിലുള്ള വിമർശനങ്ങൾക്കെതിരെ പ്രതികരിക്കാതിരിക്കുക. ദേഷ്യമോ സങ്കടമോ ഒക്കെ വരുമ്പോൾ നമ്മൾ തിരിച്ച് മറുപടി പറഞ്ഞാൽ ആ പ്രശ്നം വഷളാകത്തേ ഉള്ളൂ. ഇതിനെക്കുറിച്ചൊന്ന് ആലോചിക്കാം എന്ന് പറഞ്ഞതിന് ശേഷം അവിടെ സംഭാഷണം അവിടെ നിർത്തുക. പിന്നീട് പറഞ്ഞ ആളെയല്ല, പറഞ്ഞ കാര്യത്തെ വിലയിരുത്തുക. നിങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി പറയുന്നതാണെങ്കിലും അതിലെന്തെങ്കിലും ശരിയുണ്ടോ എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുക. ഉണ്ടെങ്കിൽ അത് തിരുത്തുക, ഇല്ലെങ്കിൽ പൂർണ്ണമായിട്ടും അതിനെ അങ്ങ് ഒഴിവാക്കുക. ഒന്നോർക്കുക, എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല. ഈ ലോകത്ത് എന്ത് കാര്യം ചെയ്താലും അതിനെ വിമർശിക്കാൻ ആളുണ്ടാവും. മറ്റുള്ളവരുടെ അഭിപ്രായം നിങ്ങളുടെ സന്തോഷത്തെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത്. വിമർശനങ്ങളെയൊക്കെ തന്നെ നിങ്ങളുടെ വളർച്ചയ്ക്കുള്ള ചവിട്ടുപടികളാക്കി മാറ്റുകയാണ് വേണ്ടത്. ഈ കഴിഞ്ഞുപോയ കാലങ്ങളിൽ നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും നല്ല ഉപദേശം അതൊരു വിമർശനമായിരുന്നെങ്കിൽ കൂടി എന്തായിരുന്നു എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. നാളത്തെ വിഷയം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങൾ എന്തുകൊണ്ട് പേപ്പറിൽ എഴുതി വെക്കണം, അതിന്റെ ഒരു സൈക്കോളജി എന്താണ് എന്നാണ് നമ്മൾ നാളെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പരമാവധി പ്രവാസി സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.